ഇന്നത്തെ റെസിപ്പി കപ്പ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ബാക്കി വരുന്ന കപ്പയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അതിനായി ആദ്യം തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു ഈവനിങ് സ്നാക്കാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു എഗ്ഗ് വെച്ച് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും മുട്ടയുടെ ഉണ്ണിയും നേരത്തെ വഴറ്റി വെച്ച മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പുഴുങ്ങിയ മുട്ടയുടെ ഉണ്ണി എടുത്ത് നല്ലപോലെ ഉടച്ചെടുക്കുക. ഇനി മുട്ടയുടെ ബാക്കി ഭാഗത്തിൽ ഈ മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി മറ്റൊരു പാത്രത്തിൽ 2 ടീസ്പൂൺ മൈദയും 2 ടീസ്പൂൺ കടലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഇതിലേക്ക് മുക്കിയെടുക്കുക. ഇനി ചൂടായ എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് പോളയുടെ റെസിപ്പിയാണ്. അതിനെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായ ശേഷം അതിലേക്ക് വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴന്നു വന്ന ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് വീണ്ടും വഴറ്റുക. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നേരത്തെ തയ്യാറാക്കി ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ പുഴുങ്ങിയ മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി ബാക്കി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു ഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം മറ്റൊരു പാനിലിട്ട് ഇതുപോലെ ഒന്ന് 2 ഭാഗം ഫ്രൈ ആക്കി എടുക്കുക. ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും 1 കപ്പ് അവിലും ചേർത്ത് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ തയ്യാറാക്കിയ ഉരുളകൾ ഓരോന്ന് പരത്തി അതിൻ്റെ നടുവിൽ ഇതുപോലെ തേങ്ങ മിക്സ് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.